ഈ സന്ദീപ് വാര്യരെ തടയുന്നതും ഇത്തരത്തിലുള്ള പ്രകോപനം ഉണ്ടാകുന്നത് രണ്ടാം തവണയാണ്. ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ തടയുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്യുന്നത് ജനാധിപത്യപരമായി ഒട്ടും ഭൂഷണമല്ല എന്നുള്ളതാണ് നമ്മളിൽ പറയാനുള്ളത്. ഇത് ഒരു കോളേജ് ഇലക്ഷൻ മാതൃകയിലേക്ക് ഈ ഇലക്ഷനെ സന്ദീപ് വാര്യർ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചോ എന്ന് നമ്മൾ സംശയിക്കുന്ന രീതിയിലാണ് ചില ദൃശ്യങ്ങൾ കാണുന്നത്. ആ പ്രദേശവുമായി വ്യക്തിപരമായോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകർ, അവിടുത്തെ കോൺഗ്രസിന്റെ UDF പ്രവർത്തകരൊക്കെ ആയിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത സന്ദീപ് വാര്യരെ വളരെ ഷോർട്ട് ടൈമിൽ കൊണ്ടുപോയി അവിടെ മത്സരിപ്പിക്കുന്നു എന്ന് പറയുന്നത് UDF കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരമാണ്. നമസ്കാരം. ഇന്ന് തൃക്കരിപ്പൂര് വെച്ച് സന്ദീപ് വാര്യർ, മുൻ BJP നേതാവും ഇപ്പോൾ KPCC ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള സന്ദീപ് വാര്യർ അതിക്രൂരമായി ആക്രമിക്കപ്പെട്ടു എന്നാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ദൃശ്യങ്ങൾ നോക്കുമ്പോൾ ഈ SFIയുടെ പാവം പിടിച്ച പിള്ളേർ കൈവരെ കൂപ്പിക്കൊണ്ട് നിങ്ങളൊന്ന് പോയി തരൂ എന്ന് പറയുന്നുണ്ട്. എന്തായിരിക്കും ശരിക്ക് ഈ ഒരു രാഷ്ട്രീയ നാടകം കൊണ്ട് സന്ദീപ് വാര്യർ ഉദ്ദേശിക്കുന്നത്? ഈ സന്ദീപ് വാര്യരെ തടയുന്നതും ഇത്തരത്തിലുള്ള പ്രകോപനം ഉണ്ടാകുന്നത് രണ്ടാം തവണയാണ്. നേരത്തെ ഈ തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ തന്നെ ഒരു CIT തൊഴിലാളി ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ട് ഒരു CIT തൊഴിലാളി ഇദ്ദേഹത്തെ തടയുകയും ഇദ്ദേഹത്തെ ആക്രോശിക്കുകയും ചെയ്തൊരു സംഭവം വലിയ വിവാദമായതാണ്. അതിനുശേഷം തൊട്ട് പിറ്റേന്ന് ഈ ആക്രമിച്ചു എന്ന് പറയുന്ന CIT-കാരൻ ഇദ്ദേഹത്തിനെ വന്ന് കാണുകയും ക്ഷമാപണം നടത്തുകയും ചെയ്തതോടുകൂടി ആ അധ്യായം അവിടെ അവസാനിച്ചു. ഇന്ന് പഠനക്കോളേജിൽ വെച്ചാണ് ഈ വിഷയം ഉണ്ടായത്. പഠനക്കോളേജിൽ വോട്ടഭ്യർത്ഥനയുമായി ചെന്ന സന്ദീപ് വാര്യരെ വിദ്യാർത്ഥികൾ തടയുകയും അദ്ദേഹത്തെ ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ. അദ്ദേഹം ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ ഉള്ള ഒരു രംഗവും നമ്മൾ ടെലിവിഷനിൽ കാണുകയുണ്ടായി. യഥാർത്ഥത്തിൽ ജനാധിപത്യ പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ തടയുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്യുന്നത് ജനാധിപത്യപരമായി ഒട്ടും ഭൂഷണമല്ല എന്നുള്ളതാണ് നമ്മളിൽ പറയാനുള്ളത്. പക്ഷേ ഇത് ഒരു കോളേജ് ഇലക്ഷൻ മാതൃകയിലേക്ക് ഈ ഇലക്ഷനെ സന്ദീപ് വാര്യർ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചോ എന്ന് നമ്മൾ സംശയിക്കുന്ന രീതിയിലാണ് ചില ദൃശ്യങ്ങൾ കാണുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം പാലക്കാട് ഇതേപോലെ ഒരു വിഷയം ഉണ്ടായി. രമേശ് പിഷാരടിയെ തടയുകയും BJP-ക്കാർ അദ്ദേഹത്തെ, അത് വളരെ അപലപനീയമാണെന്ന് കേരളത്തിലെ മറ്റ് പ്രതിപക്ഷ കക്ഷികളും അതുപോലെ തന്നെ ഭരണകക്ഷി നേതാക്കന്മാരും CPM നേതാക്കന്മാരടക്കം പറയുകയുണ്ടായി. ഇതൊരു മുഖ്യമന്ത്രി തന്നെ അപലപിച്ചുകൊണ്ട് ഇത് ഇത്തരത്തിലുള്ള ഈ നമ്മുടെ വോട്ട് എന്ന് പറയുന്നത് ഏതൊക്കെ രീതിയിൽ വോട്ട് നമ്മൾക്ക് അനുകൂലമാക്കിയെടുക്കാൻ പറ്റും, ആ തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള അവനാഴിയിലെ അവസാനത്തെ അമ്പം എടുത്ത് പ്രയോഗിക്കും എന്നുള്ളത് ശരിയാണ്, വിജയിച്ച് കയറാൻ വേണ്ടി. പക്ഷേ തൃക്കരിപ്പൂർ പോലുള്ള സ്ഥലത്ത് വിജയസാധ്യത വളരെ കുറഞ്ഞൊരു സ്ഥലത്ത് സന്ദീപ് വാര്യരെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ട് കോൺഗ്രസ് മത്സരിപ്പിക്കുമ്പോൾ തന്നെ ചില അപകടങ്ങൾ അദ്ദേഹം മണത്തിലുണ്ടാവും. അപ്പോൾ ഇതിൽ നിന്നൊക്കെ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടെടുക്കാൻ വേണ്ടി, ഈ കുളത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും അപകടം പറ്റാതെ കരകയറാനുള്ള തീവ്ര ശ്രമത്തിലാണ് അദ്ദേഹം ഉള്ളത് എന്നതാണ് ഇന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള തിരഞ്ഞെടുപ്പ് രീതികൾ, പ്രവർത്തന രീതികൾ, വോട്ട് തേടലൊക്കെ അവസാനിപ്പിച്ച് കുറച്ചുകൂടി ഈ ആധുനികവൽക്കരിക്കാൻ വേണ്ടി ഈ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാവണം എന്നുള്ളതാണ് നമ്മുടെ ഒരു അഭ്യർത്ഥന. ഈ രാഷ്ട്രീയം പറഞ്ഞ് വോട്ട് ചോദിക്കാനായിട്ട് UDF-ന്റെ കൈവശം ഒന്നുമില്ല എന്ന ചില ചോദ്യങ്ങൾ സാധാരണക്കാർക്ക് ഉണ്ടായാൽ അത് സംശയിക്കാൻ വേണ്ടി പറ്റുമോ? അല്ല, പക്ഷേ നമ്മൾ ആലോചിക്കുമ്പോൾ പഠന കോളേജ് എന്ന് പറയുന്നത് നേരത്തെ തന്നെ കുറേ വിവാദങ്ങളൊക്കെ ഉണ്ടായ, രാഷ്ട്രീയപരമായ ചില വിവാദങ്ങളൊക്കെ ഉണ്ടായ ഒരു കോളേജാണ് പഠന കോളേജ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് വിശ്വസിക്കാൻ സാധ്യതയുണ്ട്. കാരണം അവിടുത്തെ കുട്ടികളുമായി ഈ സ്ഥാനാർത്ഥി അതുപോലെ തന്നെ അവിടുത്തെ കോൺഗ്രസ് UDF പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റം ഉണ്ടായെന്നും അതിന് ശേഷം സ്ഥാനാർത്ഥിക്ക് കയ്യേറ്റം ഉണ്ടായി എന്നുള്ള രീതിയിലാണ് വാർത്തകൾ വരുന്നത്. അതുകൊണ്ട് ശരിയാണോ തെറ്റാണോ എന്നുള്ളതിനേക്കാൾ അപ്പുറത്തേക്ക് ഇരു മുന്നണികൾ അല്ലെങ്കിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇത്തരത്തിലുള്ള ഈ കായികപരമായുള്ള അല്ലെങ്കിൽ ഈ ജനസ്വാതന്ത്ര്യത്തെ, സഞ്ചാര സ്വാതന്ത്ര്യം പോലും തടയുന്ന രീതിയിലുള്ള ചില നീക്കങ്ങൾ ആര് നടത്തിയാലും അത് അപലപനീയമാണ് എന്നുള്ളതിനാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. കാരണം പുറകോട്ടല്ലല്ലോ സഞ്ചരിക്കേണ്ടത്, നമ്മൾ മുന്നോട്ടാണ് സഞ്ചരിക്കേണ്ടത്. അപ്പോൾ വോട്ട് ചോദിക്കുന്ന രീതിയും അതുപോലെ തന്നെ പ്രവർത്തന രീതിയും, തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ കാടടച്ചുള്ള ഇതൊക്കെയും പ്രകോപനം ഉണ്ടാക്കുകയും വ്യക്തികൾ തമ്മിൽ ഗോഗോ വിളി നടത്തുകയൊക്കെ ചെയ്യുന്നതൊക്കെ അവസാനിപ്പിച്ച് കുറച്ചും കൂടി ശാന്തമായ രീതിയിൽ, ആളുകൾക്ക് വെറുപ്പുണ്ടാക്കാത്ത രീതിയിലുള്ള ചില തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ഇനിയെങ്കിലും അവലംബിക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. അപ്പം മറ്റ് ആധുനിക കാലങ്ങളിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന നമുക്ക് ആധുനിക രീതിയിൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ നടത്തും. നമുക്കറിയാം, ഇതൊക്കെ പറയുമ്പോഴും നമുക്ക് ഒരു 10 വർഷം മുന്നേ ഒന്നും സോഷ്യൽ മീഡിയയിലൊന്നും ആയിരുന്നില്ല രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിരുന്നത്. പക്ഷേ ഇപ്പം തെരഞ്ഞെടുപ്പ് കംപ്ലീറ്റ് സോഷ്യൽ മീഡിയയിലാണ്. സോഷ്യൽ മീഡിയയിലൂടെ പൊതുരംഗത്തുള്ളതിൻ്റെ എത്രയോ ഇരട്ടി പ്രചരണങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ നടക്കുന്നുണ്ട്. അത് ട്രോളുകളായിട്ട് പോകുന്നുണ്ട്, അതുപോലെ തന്നെ വീഡിയോകളായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ വിവിധ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലത്താണ് വീണ്ടും നമ്മൾ ഏതാണ്ട് 10-40 വർഷം പിറകിലേക്ക് പോകുന്ന രീതിയിലുള്ള ഈ സ്ഥാനാർത്ഥിയെ തടയുക, അല്ലെങ്കിൽ സ്ഥാനാർത്ഥി അവിടെ പോയി പ്രകോപനം ഉണ്ടാക്കിയിട്ട് തല്ലുമേടി
മേടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആശുപത്രിയിൽ വന്ന് കിടക്കുക എന്നൊക്കെ പറയും. പണ്ടൊക്കെ കോളേജ് ഇലക്ഷനൊക്കെ ഇത്തരത്തിലുള്ള രീതികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മാറി. കോളേജിലെ കുട്ടികളൊക്കെ കുറച്ചുകൂടി മാറി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് മുതിർന്ന ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തകർ ഇത്തരം അബദ്ധങ്ങളിലേക്ക് പോകാതെ, ജനങ്ങളുടെ മുന്നിലേക്ക് അപഹാസ്യരാവാതെ കുറച്ചും കൂടി മിതത്വം പാലിക്കണം എന്നുള്ളതാണ് നമുക്കിതിൽ പറയാനുള്ളത്. കാരണം എനിക്ക് തോന്നുന്നു ഈ തൃക്കരിപ്പൂർ മണ്ഡലത്തിനൊരു പ്രത്യേകതയുണ്ട്. അത് എന്നും ഇടതുപക്ഷത്തോടൊപ്പം തന്നെ നിന്നു പോയിട്ടുള്ള ഒരു നിയോജക മണ്ഡലമാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ സന്ദീപ് വാര്യരെ സംബന്ധിച്ച് സന്ദീപ് വാര്യർ BJP-യിൽ നിന്ന് വളരെ താരപരിവേഷത്തോടു കൂടിയിട്ടാണ് കോൺഗ്രസിലേക്ക് വരുന്നത്. പക്ഷേ അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്ന സീറ്റുകൾ എന്ന് പറയുന്നത് ഒരു പക്ഷേ പാലക്കാട് ലഭിക്കുമെന്ന് വിചാരിച്ചിരുന്നു, അല്ലെങ്കിൽ തൃശ്ശൂർ അദ്ദേഹത്തിന് കിട്ടുമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഈ 2 സീറ്റുകളും അദ്ദേഹത്തിന് ലഭിക്കുന്നില്ല. പാലക്കാട് ഇപ്പോൾ വന്ന് മത്സരിക്കുന്ന അവിടെ രമേശ് പിഷാരടിയാണ്. പക്ഷേ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഒരു അവസരമാണിത്. ഈ ഒരു അവസരത്തിൽ സന്ദീപ് വാര്യർ പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ സന്ദീപ് വാര്യരുടെ ഒരു താരപരിവേഷം എന്ന് പറയുന്നത് നേരെ താഴേക്ക് വരും. കാരണം കഴിഞ്ഞ പ്രാവശ്യം തൃക്കരിപ്പൂർ ഇപ്രാവശ്യം കേരള കോൺഗ്രസ് ജോസഫിന്റെ കയ്യിൽ നിന്നും ഏറ്റെടുത്തിരിക്കുന്നതാണ് കോൺഗ്രസ്. കാരണം കൈപ്പത്തി ചിഹ്നത്തിൽ തൃക്കരിപ്പൂർ ഒരു സ്ഥാനാർത്ഥി മത്സരിച്ചു കഴിഞ്ഞാൽ അവിടെ വിജയസാധ്യതയുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ അവകാശവാദം എന്ന് പറയുന്നത്. അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് രാജ്മോഹൻ ഉണ്ണിത്താൻ ഇത്തവണ തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ നിന്നും 10,048,412 വോട്ടുകളുടെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അപ്പോൾ 10,000-ഒക്കെ ഒരു ഭൂരിപക്ഷം കിട്ടിയ ഒരു മണ്ഡലം എന്നുള്ള രീതിയിൽ അത് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചപ്പോഴാണ് അവിടെ വോട്ട് ശതമാനം വർദ്ധിച്ചത് എന്നുള്ള ഒരു കാൽക്കുലേഷനാണ് ഇത്തവണ എന്തായാലും തൃക്കരിപ്പൂർ ഏറ്റെടുക്കണമെന്നും ഘടകകക്ഷിക്ക് കൊടുക്കാതെ തൃക്കരിപ്പൂർ ഏറ്റെടുത്ത് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ വിജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കോൺഗ്രസിന്റെ ഒരു അബദ്ധധാരണയിലാണ് ഇത് ഏറ്റെടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചെയ്യേണ്ടിയിരുന്നത് ആ പ്രദേശത്തുള്ള ഒരു കോൺഗ്രസ് നേതാവിനെ അവിടെ മത്സരിപ്പിക്കുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. ഇപ്പോൾ താരപരിവേഷമുണ്ട് എന്നുള്ളത് ശരിയാണ്. സന്ദീപ് വാര്യരെ പ്രത്യേകിച്ചിട്ട് ഒരു സ്ഥലത്ത് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എങ്കിൽ പോലും ആ പ്രദേശവുമായി വ്യക്തിപരമായോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകർ, അവിടുത്തെ കോൺഗ്രസിന്റെ UDF-ന്റെ പ്രവർത്തകരൊക്കെ ആയിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത സന്ദീപ് വാര്യരെ വളരെ ഒരു ഷോർട്ട് ടൈമിൽ കൊണ്ടുപോയി അവിടെ മത്സരിപ്പിക്കുന്നു എന്ന് പറയുന്നത് UDF കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരമാണ്. അപ്പോൾ അത്തരം പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഓടിയെത്താൻ പറ്റാത്ത അല്ലെങ്കിൽ വോട്ടർമാരുടെ ഇടയിലൊക്കെ പിന്നെ അത്തരത്തിൽ പ്രവർത്തിക്കാൻ കഴിയാതെ വരുമ്പോഴാണ് ഈ ഷോർട്ട് കട്ടിലൂടെ കുറച്ചും കൂടി ആളുകൾക്കിടയിൽ ഒരു സിമ്പതി ഉണ്ടാക്കിയെടുക്കാനും ആ സിമ്പതി വോട്ടാക്കി മാറ്റാനും വേണ്ടിയുള്ള ശ്രമം എന്നാണ് നമ്മളിതിൽ കാണേണ്ടത്. അത് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇതൊരു കോളേജ് ഇലക്ഷനിലാണ് സാധാരണ തല്ലുമേടിക്കുകയും ആശുപത്രി ചെല്ലുകയും അങ്ങനെ ആശുപത്രിയിൽ കിടക്കുന്ന കാലൊടിഞ്ഞ് കൈയൊടിഞ്ഞിട്ടൊക്കെ വന്ന് വോട്ട് ചോദിക്കുകയൊക്കെ ചെയ്ത ആൾക്കാർ ജയിക്കാറുണ്ട് സാധാരണ. അവിടെ സിമ്പതി ക്രിയേറ്റ് ചെയ്യാണ്. ഈ തന്ത്രം തന്നെയാണ് ഇപ്പോൾ പയറ്റുന്നത്. അതുകൊണ്ട് ഇത് ക്രിയേറ്റ് ചെയ്താണെങ്കിൽ അത് തെറ്റാണ്. ഇനി എല്ലാ പഠന കോളേജിലെ SFI പ്രവർത്തകർ അദ്ദേഹത്തെ തടഞ്ഞാണെങ്കിൽ അത് അതിനേക്കാളും ഗുരുതരമായ തെറ്റാണ്. അതുകൊണ്ട് ഇത്തരം പ്രവണതകളൊക്കെ അവസാനിപ്പിക്കുന്നതാണ് എല്ലാവർക്കും. ശരിക്കും തോന്നുന്ന ദൃശ്യങ്ങൾ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് അതിനകത്ത് വ്യക്തമാണ്. കാരണം വിദ്യാർത്ഥികളൊക്കെ കൈകൂപ്പി നിന്നുകൊണ്ട് ഈ പ്രശ്നമില്ല, എന്ത് നടപടി അങ്ങനെ ആരുടെയെങ്കിലും ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കർശനമായിട്ടുള്ള നടപടി ഞങ്ങൾ സ്വീകരിക്കുമെന്ന് പറയുമ്പോഴും സന്ദീപ് വാര്യരാണ് ഈ SFI പ്രവർത്തകരുടെ പുറകെ പോയിട്ട് തട്ടിക്കയറുന്നത് എന്നുള്ള ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഇവിടെ 2 കാര്യങ്ങളുണ്ട് രാജേഷേട്ടാ. എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ പ്രാവശ്യം അവിടെ മത്സരിച്ചിരുന്നത് MP ജോസഫാണ്, കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ. അപ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ MP ജോസഫ് നേടിയ വോട്ടിനേക്കാൾ താഴോട്ടെങ്ങാനും പോകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സന്ദീപ് വാര്യരുടെ പൊളിറ്റിക്കൽ കരിയറിനെ തന്നെ ബാധിക്കും എന്നുള്ളൊരു വസ്തുത കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യം MP ജോസഫ് നേടിയ വോട്ടിനേക്കാൾ ഒരു 100 വോട്ടെങ്കിലും കൂടുതൽ സന്ദീപ് വാര്യർ നേടാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ സന്ദീപ് വാര്യരുടെ രാഷ്ട്രീയ കൂടി അവസാനിക്കുന്നൊരു സാഹചര്യം ഉണ്ടാവും. അല്ല, അത് തീർച്ചയായും സന്ദീപ് വാര്യർക്ക് ഏതെങ്കിലും തരത്തിൽ വോട്ട് വർദ്ധിച്ചില്ലെങ്കിൽ വലിയ സന്ദീപ് വാര്യർക്കും കുഴപ്പമാണ്. അതുപോലെ തന്നെ കോൺഗ്രസിനും അത് വലിയ വെല്ലുവിളിയായി മാറും എന്നുള്ളത് നമ്മൾ അറിയേണ്ടത്. കാരണം എന്ന് പറഞ്ഞാൽ, ഒന്ന്, സന്ദീപ് വാര്യരെ ആദ്യം സ്ഥാനാർത്ഥിത്വത്തെ എതിർത്തവരാണ് അവിടുത്തെ UDF-കാർ, അല്ലെങ്കിൽ പ്രത്യേകിച്ചിട്ടും കോൺഗ്രസ്സുകാർ. അങ്ങനെ ഒരു പുറത്തുനിന്ന് ഒരാൾ വേണ്ട എന്ന് പറഞ്ഞു. പക്ഷേ പിന്നീട് നേതൃത്വമൊക്കെ ആയി സംസാരിച്ചതിന് ശേഷമാണ് സന്ദീപ് വാര്യരെ അവർ അംഗീകരിക്കാൻ തയ്യാറായത്. ഇനി സന്ദീപ് വാര്യർക്ക് വോട്ട് കുറഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായും കോൺഗ്രസിൻ്റെ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിക്കായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഒപ്പം ഈ വളരെ ഷോർട്ട് ടൈം, 1 വർഷത്തിലധികമായുള്ളൂ ഈ സന്ദീപ് വാര്യർ കോൺഗ്രസിലെത്തിയിട്ട്. അപ്പോൾ കോൺഗ്രസിൽ അദ്ദേഹത്തിന് സ്വീകാര്യത ഉണ്ടായില്ല എന്ന് വേണം ഇദ്ദേഹത്തിന് വോട്ട് കുറഞ്ഞാൽ അനുമാനിക്കാൻ. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളിൽ ഈ വലിയ ഒരു മാനസിക സംഘർഷത്തിലൂടെ കടന്നു പോകുന്ന നേതാക്കന്മാർ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഇത്തരം വിഷയങ്ങളെങ്കിൽ അത് തെറ്റാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു വാദം.